ഇരിക്കാനില്ല. അത് നമ്മളങ്ങോട്ട് പോരാൻ വരുള്ളൂ, ക്ലോസ് ചെയ്ത് വെച്ചിട്ട്. Just intro and welcome the image. And yeah, okay. Blessy and Amala, we will get on to the question. Each individual question, please restrict yourself. Aadujeevitham കുറിച്ച് മാത്രം സംസാരിക്കാം. Thank you. നമസ്കാരം. ആടുജീവിതം എന്ന സിനിമയെക്കുറിച്ച് ഉള്ള ടീമിൻ്റെ ഒരു ആദ്യത്തെ പ്രസ് മീറ്റാണ് എന്ന് വേണമെങ്കിൽ ഇത് പറയാം. കാരണം ഇതിൻ്റെ ഒരു ആക്ച്വലി ഈ സിനിമയുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്ന ആദ്യ നിമിഷങ്ങളാണിത്. ഈ കാലം അത്രയും നിങ്ങളുടെ ഒരു വലിയ സപ്പോർട്ടോടുകൂടിയാണ് ഈ സിനിമ ബിൽഡ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ഇതിൻ്റെ പ്രദർശനത്തിലേക്ക് എത്താറാകുന്നു. മാർച്ച് 28-നാണ് റിലീസ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ള ചോദ്യങ്ങൾ, ചിന്തകൾ ഒക്കെ ഷെയർ ചെയ്തതിനാണ് ഈ ടീം നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിലാവട്ടെ നിങ്ങളുടെ ഡിസ്കഷൻസ് കരുതുകയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യും. താങ്ക് യു. ഇപ്പോൾ അറിയാൻ കുറച്ച് കാര്യങ്ങളാണ്, പക്ഷെ ക്വസ്റ്റ്യനെ ചോദിക്കുകയാണ്. അതായത് ഈ ആടുജീവിതം എന്നൊരു സിനിമ പൃഥ്വിയുടെ ലൈഫായിട്ട് ഭയങ്കര ഇടുക്കി ചേർന്ന് നടക്കുന്ന ഒന്നാണ്. കാരണം ഈ ആടുജീവിതത്തിനോടൊപ്പം വളർന്നിട്ടുള്ള പൃഥ്വിയുടെ ഒരു ലൈഫുണ്ട്. അതായത് ഒരു സിനിമാക്കാരനായിട്ട്, ഒരു പ്രൊഡ്യൂസറായിട്ട്, അല്ലെങ്കിൽ സംവിധായകനായിട്ട്, അല്ലെങ്കിൽ മറ്റു ഭാഷകളൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാറായിട്ടൊക്കെ. ശരിക്കും ആടുജീവിതം മുന്നോട്ടുള്ള സിനിമാ കരിയറിന് തന്നിട്ടുള്ള ഒരു ക്ലാരിറ്റി എന്താണ്? നമസ്കാരം. ഇവിടെ നിന്ന് എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. ടയറാണ് ഇപ്പോഴും. ഞാൻ ഇന്നലെ ആണ് എൻ്റെ ഒരു വേറെ ഷൂട്ട് കഴിഞ്ഞ് വേറെ രാജ്യത്തെത്തി. അപ്പം ഇപ്പോഴും സമയം ആ രാജ്യത്തിൻ്റെതായതുകൊണ്ട് ഇത് പുറങ്ങനെ ഒരു ക്ഷീണത്തിനാണെന്നുള്ള സത്യമാണുണ്ട്. മുഖം എന്തായാലും തെറ്റിദ്ധരിക്കരുത്. ചോദ്യം ശരിയാണ്, പക്ഷെ എനിക്ക് അതിനു പറയാനുള്ളത്, എനിക്കിതൊരു വലിയ സെറിയൽ എക്സ്പീരിയൻസ് ആണ്. കഴിഞ്ഞൊരു 10 കൊല്ലത്തിനിടയിൽ ഞാൻ പ്രത്യേകിച്ച് കേരളത്തിൽ എപ്പോഴൊക്കെ ഒരു പ്രസ് മീറ്റ് ഇരുന്നിട്ടുണ്ടോ, എൻ്റെ മറ്റു സിനിമകളുടെ പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 10 കൊല്ലങ്ങൾക്കിടയിൽ എപ്പോഴൊക്കെ ഒരു പ്രസ് മീറ്റ് ഇരുന്നിട്ടുണ്ടോ, ഒരു ചോദ്യമെങ്കിലും ആടുജീവിതത്തിനെ കുറിച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഒരിക്കലെങ്കിലും ആടുജീവിതത്തിനെ കുറിച്ച് എനിക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒടുവിൽ ആടുജീവിതത്തിന്റെ പ്രസ് മീറ്റ് ഇരിക്കുന്നു എന്ന് പറയുന്നത് എനിക്കതൊരു ഭയങ്കര സറിയൽ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ കുറെ വർഷങ്ങൾ ബസ്റ്റാൻഡും ഞാനും ഇതെന്തെങ്കിലും തുടങ്ങും എന്ന് കരുതിയിരുന്നൊരു സ്വപ്നം, പിന്നെ കുറെ വർഷങ്ങൾ ഇതെന്തെങ്കിലും തീരും എന്ന് കരുതിയിരുന്ന സ്വപ്നം, ഇന്ന് എല്ലാം കഴിഞ്ഞ് റിലീസിനോടനുബന്ധിച്ച് ഒരു പ്രസ് മീറ്റ് നടത്തുന്നു എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യം. അതാണ് ആദ്യം പറയേണ്ടത്. ശരിയാണ്, ആടുജീവിതം എന്ന സിനിമ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞാനൊന്നൊരു സംവിധായകനായിട്ടില്ല, ഒരു നടൻ എന്ന രീതിയിൽ ഞാൻ വളരെ വളരെ ചെറുപ്പമായിരുന്നു. അന്ന് ഞാൻ വിവാഹിതനല്ല, ഞാനൊരു അച്ഛനല്ല. അപ്പോൾ ശരിയാണ്, ആടുജീവിതത്തിന്റെ യാത്രക്കിടയിൽ ജീവിതം ഒരുപാട് മാറി, ലൈഫ് ഒരുപാട് ഇവോൾവ് ആയി. ഐ ബിലീവ് ആസ് എൻ ആക്ടർ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ആസ് ഒരു സിനിമാ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. സംവിധായകനായി, നിർമ്മാതാവായി, വിതരണക്കാരനായി. പക്ഷെ എനിക്ക് തോന്നുന്നു ആടുജീവിതം എന്ന സിനിമയുടെ എക്സ്പീരിയൻസ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്നത് ഒരു സിനിമാ നടനോ സംവിധായകനോ നിർമ്മാതാവോ ആയിട്ടല്ല, ഒരു മനുഷ്യൻ എന്ന രീതിയിലാണ്. ആ സ്വാധീനം തീർച്ചയായിട്ടും ഇനി വരും കാലങ്ങളിൽ എൻ്റെ അഭിനയത്തെയും എൻ്റെ സിനിമാ നിരീക്ഷണത്തെയും ജീവിത നിരീക്ഷണത്തെയൊക്കെ സ്വാധീനിച്ചേക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഇതൊരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് എന്ന് ഞാൻ കരുതുന്നു. ഓഫ് കോഴ്സ്
നജീബ് എന്ന മനുഷ്യൻ ജീവിച്ച ജീവിതവുമായിട്ടൊന്നും യാതൊരു കമ്പാരിസണും ഇല്ല. അദ്ദേഹം അനുഭവിച്ച യാതനകളുമായിട്ടൊന്നും യാതൊരു കമ്പാരിസണും ഇല്ല. പക്ഷെ നമ്മുടേതായ ഒരു രീതിയിൽ വി ഹാഡ് എ ലോങ് ഫേസ്, ഒരു വലിയ യാത്രയായിരുന്നു. അങ്ങനെ ഒരു യാത്രയൊന്നും എല്ലാ സിനിമകൾക്കും കിട്ടല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കിട്ടല്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്കുണ്ടായി. അത് ഫോർ എവർ ഇൻ മൈ ലൈഫ് ഐ തിങ്ക് ഐ വിൽ ബി താങ്ക്ഫുൾ ഫോർ ഇറ്റ്. ഇപ്പോൾ അതെന്തായാലും ആസ് ഐ വാസ് ബീങ് പാർട്ട് ഓഫ് ദി എക്സ്പീരിയൻസ് ഒരുപാട് ദിവസങ്ങളിൽ ബസ്സേട്ടനും ഞാനും ഇതെന്തുകൊണ്ട് എന്തിനിങ്ങനെ എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഇന്നിപ്പോ വി ആർ ഓൾ വെരി താങ്ക്ഫുൾ ഫോർ ദി എക്സ്പീരിയൻസ് ആൻഡ് വി ആർ ഓൾ റിച്ചർ ആസ് ഹ്യൂമൻ ബീങ്സ്. മനുഷ്യരെന്ന നിലയിൽ കുറെ കൂടെ ഇവോൾവ് ആയി. അപ്പൊ തീർച്ചയായിട്ടും ഈ വരും കാലങ്ങളിൽ എന്നും എന്റെ ഒരു ബാങ്ക് ഓഫ് സംതിങ് ദാറ്റ് ഐ ഡ്രോ ഫ്രം ഓൾവേസ് അത് ആടുജീവിതം എന്ന സിനിമയുടെ മേക്കിങ്ങും നജീബായി ഞാൻ ജീവിച്ച കുറച്ച് നാളുകളുമായിരിക്കും ഒരു വലിയ ഇൻഫ്ലുവൻസ് എനിക്ക് തീർച്ചയായിട്ടും. ഇന്നലെ പറയുണ്ടായി പൃഥ്വിരാജ് എന്നൊരു ഡയറക്ടർ അദ്ദേഹത്തിന്റെ 3ാമത്തെ ചിത്രം ആണ് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബ്ലസ്സി ഞാനൊരു 300 സിനിമകൾ ചെയ്തു കഴിഞ്ഞാലും ബ്ലസ്സി എന്ന ഒരു ഡയറക്ടർ ചെയ്ത ആടുജീവിതത്തിന് തുല്യമാകില്ല എന്ന് പറയുന്നുണ്ട്. ഏത് പെർസ്പെക്റ്റീവിലാണ് അത്തരത്തിൽ തോന്നുന്നത്? എനിക്കൊരു 3ാമത്തെ സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ സംവിധായകൻ കൂടിയാണെന്നൊക്കെ പറയാറായി എന്ന് തോന്നുന്നു. ആസ് എ ഡയറക്ടർ എനിക്ക് അളവില്ലാത്ത അസൂയുണ്ട് ബ്ലസ്സേട്ടനുണ്ട്. പക്ഷെ അസൂയോടൊപ്പം തന്നെ ഇത് ഒരിക്കലും എന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള പൂർണ്ണ അറിവും എനിക്കുണ്ട്. ഞാൻ പറഞ്ഞ ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ നേരിടേണ്ടി വന്ന തടസ്സങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും ഇങ്ങനൊരു വിഷൻ പുൾ ഓഫ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല. ആൻഡ് അതിനോട് ആഡ് ചെയ്യേണ്ട ഫാക്ട് എന്ന് പറയുന്നത് ബ്ലസ്സേട്ടൻ 2008-2009 കാലഘട്ടങ്ങളിൽ ഈ സിനിമ ഏറ്റെടുക്കുമ്പോൾ അന്ന് മലയാളത്തിലെ എനിക്ക് തോന്നുന്നു നമ്പർ 1 ഫിലിം മേക്കേഴ്സ് ഒരാളാണ്. അന്ന് ബ്ലസ്സേട്ടൻ മമ്മൂക്ക, ലാലേട്ടൻ മുതൽ ഞാൻ വരെയുള്ള ഏത് നടീനടന്മാരോട് പോയിട്ട് എനിക്ക് ഒരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞാലും മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ബ്ലസ്സേട്ടന്റെ സിനിമ ചെയ്യാൻ സമയം കണ്ടെത്തുന്ന ഒരു സംവിധായകനാണ്. അവിടെ നിന്നാണ് അദ്ദേഹം 15-16 വർഷങ്ങൾ ഒറ്റ സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെക്കുകയും ഒരു എപ്പിക് വിഷൻ ഫുൾ ഓഫ് ചെയ്യാൻ അദ്ദേഹം എടുത്ത മാറ്റിപ്പസി. ബ്ലസ്സേട്ടനെ ഞാൻ കളിയാക്കി പറയും, കുടുംബത്തിലെ കാശോട്ട് ബ്ലസ്സേട്ടന്റെ ടെൻഷനില്ലെന്നൊക്കെ. അത് ഞാൻ കളിയാക്കി സംസാരിക്കുമെങ്കിലും ദ ഫാക്ടേഴ്സ് അതല്ലല്ലോ. ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സിനിമകൾ ചെയ്യുക, നമ്മുടെ കൂടുതൽ കഥകൾ പറയാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ആത്യന്തികമായിട്ട് നമ്മുടെ ഏറ്റവും വലിയ ത്വര. അതൊരു 16 വർഷക്കാലം മാറ്റിവെച്ച് ഒരു സിനിമയുടെ പുറകെ നിൽക്കുക, ആ സിനിമയ്ക്ക് വേണ്ടി ഒരു ദിവസം പോലും ഒരു കോംപ്രമൈസിലേക്ക് പോകാം, അല്ലെങ്കിൽ ഇനി വേണ്ട, ഇനി എളുപ്പ വഴിയിൽ തീർക്കാം എന്ന് ചിന്തിക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്നെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി എത്ര സിനിമകൾ ചെയ്താലും ആടുജീവിതം എന്ന് പറയുന്ന ഒരു ബെഞ്ച് മാർക്ക് ഇനി മുതലുള്ള എല്ലാ സംവിധായകർക്കും നടീനടൻ ഞാൻ പറയുന്ന ഒരു ആസ്പിറേഷൻ ആയിട്ടല്ല, ഒരു സംവിധായകൻ ഒരു സിനിമയ്ക്ക് വേണ്ടി, അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ വാട്ട് എ ഫിലിം മേക്കർ ക്യാൻ ഡു ഫോർ ഹിസ് ഓൺ വിഷൻ എന്നതിന്റെ ഒരു അൾട്ടിമേറ്റ് ബെഞ്ച് മാർക്കായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഇതിനപ്പുറത്തേക്കൊന്നും ഒരു ഫിലിം മേക്കറിന് തന്റെ ഒരു സിനിമയോട് ഒരു അർപ്പണബോധമൊന്നും കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റഹ്മാൻ സർ, ഇപ്പം വേൾഡ് തന്നെ ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് ആയ ഒരു ഡിസിഷൻ എന്ന അർത്ഥത്തിൽ ആടുജീവിതം ചെയ്യാമെന്നൊരു ഡിസിഷൻ എടുത്തത് എങ്ങനെയാണ്? So when he first approached me, I think he told about the book and how famous the book is, and I was just all the people whom I met, as we have told about Blessy and his movies and the respect he had for Kerala. So I've not seen any of his movies. I said yes. So. ഒരു കഥയാണ്, അത്തരമൊരു കഥാപുസ്തകങ്ങൾ ഒത്തിരി വായിച്ചു, എല്ലാവരും വായിച്ചു. അതൊരു സിനിമയാക്കുമ്പോൾ വലിയൊരു ചലഞ്ചായിരുന്നു. തീർച്ചയായിട്ടും കേരളത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ട ഒരു കഥ, നോവൽ, അത് ഞാൻ സിനിമയെ കാണുന്നത് പോലെ തന്നെ ഇത് വായിച്ചിട്ടുള്ളവരൊക്കെ അവരുടെ മനസ്സിൽ ഒരു വിഷൻ കോറിയിട്ടിരിക്കുന്നു എന്നുള്ള വെല്ലുവിളിയാണ് ആദ്യം ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഇതിനെ സമീപിക്കുന്നുണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു അതൊരു വലിയൊരു ചാപ്റ്ററാണ് അതിനെക്കുറിച്ച് സംസാരിച്ചത്. എങ്ങനെയാണ് ഒരു നോവൽ തിരക്കഥയാകുന്നു എന്നുള്ളത് തന്നെ. കാരണം 43 അധ്യായങ്ങളിലായിട്ട് ഒരു 3.5 വർഷക്കാലത്തെ ജീവിതം
പറഞ്ഞ് ഓരോ 43 അധ്യായങ്ങളിലായി പറഞ്ഞ ഒരു നോവൽ ഒരു സിനിമയാക്കണമെങ്കിൽ ഒരു 9-10 മണിക്കൂറുകൾ വേണ്ടി വരുന്നതാണ്. ഞങ്ങൾ ഷൂട്ട് ചെയ്ത ഫസ്റ്റ് എഡിറ്റ് തന്നെ 3.5 മണിക്കൂർ ആണ് ഉള്ളത്. അപ്പോൾ അതിൽ നിന്നാണ് ഒരു 3.5 മണിക്കൂർ തിയേറ്ററിൽ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അതിനെ മറ്റു ലെങ്തും ഒക്കെ കുറയ്ക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പം അതെ, അത് പിന്നീട് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം അത്രയധികം അതിനുവേണ്ടി പ്രത്യേകിച്ച് രാജുവിനോടുള്ള ഒരു ക്രൂരതകളാണല്ലോ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു ഭയങ്കരമായ ഒരു രക്ഷപ്പെടലിന്റെ ഓട്ടത്തില് ഓടുന്ന വയ്യാത്ത കാലം വെച്ച് ഓടുമ്പോൾ മണൽക്കാട് മരുഭൂമി മണൽക്കാട് എന്ന് പറയാനാണ് പലപ്പെടുന്നത്. ഈ മണൽക്കാട്ടില് പെട്ടെന്ന് നോക്കുമ്പോൾ രാജു തട്ടി മറിഞ്ഞ് വീഴുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അത് ചിലപ്പോൾ ഒരു അഭിനയത്തിന്റെ ഭാഗമാണോ എന്ന് വിചാരിച്ചു. എഴുന്നേറ്റ് ഇത് ചീത്ത വിളിക്കുന്ന കണ്ടപ്പോഴാണ് മനസ്സിലായത് അഭിനയമല്ല. ആ ഇതിന്റെ ഇടയിൽ ഒരു വലിയ കല്ല് കിടന്ന് അതിൽ തട്ടി വീഴുക. ആരെങ്കിലും വിചാരിക്കോ ഈ മരുഭൂമിയിൽ പാറക്കല്ലുണ്ടാകും? അത് ഏതോ ഒരു മാർക്ക് ചെയ്യാനോ ഒരു ലോറിക്ക് മാർക്ക് ചെയ്യാൻ ഏതോ ഒരു അശ്രദ്ധാരം കിട്ടാണ്. പക്ഷെ ഇതൊന്നും എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല. അത് മറ്റൊരു മീഡിയ കൂടെ ആയിരിക്കാണ്. അപ്പം ഏറ്റവും ആദ്യത്തെ ചലഞ്ച് ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ പുസ്തകം വായിച്ചിട്ട് അങ്ങനെ കാണാനിരിക്കുന്ന ഒരു പ്രേക്ഷകനാണ്. ആ പ്രേക്ഷകന്റെ ചലഞ്ചിനാണ് എൻ്റെ ആദ്യത്തെ വെല്ലുവിളിയായിട്ട് ഞാൻ ഏറ്റെടുക്കേണ്ടത്. കാരണം നിങ്ങൾ കാണാത്ത എന്നാൽ അതിനോടൊപ്പം നിൽക്കുന്ന തരത്തിലുള്ള വിഷ്വലുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം, ഒരു റൈറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും വെല്ലുവിളി. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വെല്ലുവിളി. അതുകൊണ്ട് തന്നെ ഒരു ജീവിതം പുസ്തകമായപ്പോൾ ഒരുപാട് ബെന്യാമിൻ അതിൻ്റെ അകത്ത് മാറ്റങ്ങളിലൂടെ കൊണ്ടുവന്നു. ഒരുപാട് ബെന്യാമിനായിട്ട് എഴുതി ചേർത്തു. അത് ഒരു സാഹിത്യത്തിൽ നിന്ന് സിനിമയിലേക്ക് മാറുമ്പോൾ എനിക്ക് പല രംഗങ്ങളും കാണിക്കാൻ ആവശ്യം ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ പല കാര്യങ്ങളും ഒരു പാരഗ്രാഫിൽ സൈനുവിനെ കുറിച്ച് പറഞ്ഞത് ചിലപ്പോൾ 4-5 സീനുകളായിട്ട് എനിക്ക് പറയാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ കൂടുതലായിട്ട് അവരുടെ റിലേഷനെ കുറിച്ച്. അപ്പം അദ്ദേഹം പറയാതെ പോയിരിക്കുന്ന കാര്യങ്ങളെ കൂടുതൽ പറയാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അദ്ദേഹം കാണാതെ പോയിട്ടുള്ള മരുഭൂമിയുടെ ജീവിതം കൂടുതൽ കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അപ്പം അത്തരത്തിലുള്ള എനിക്ക് മാത്രമല്ല ഒരു എക്സ്പീരിയൻസ് ആകത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റേഷനാണ്. പുസ്തകത്തിന്റെ ഒരു ഡോക്യുമെന്റേഷൻ അല്ല ആടുജീവിതം എന്ന് പറയുന്നത്. ആടുജീവിതത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട്. എന്നാൽ പൂർണ്ണമായും ആ കഥയെ ബേസ് ചെയ്തിട്ട് തന്നെയുള്ളതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം. അതൊക്കെ പിന്നീട് വലിയ ഡിസ്കഷൻസിലേക്ക് വരാവുന്ന ഒരു ഇതായിട്ട് ഞാൻ ഏതെങ്കിലും സമയത്ത് തീർന്നു കിട്ടിയാൽ അങ്ങനെ ചിന്തിച്ചൊരു നിമിഷങ്ങളുണ്ടാവില്ല. തീർന്നു കിട്ടിയാൽ എന്നൊരു ചിന്ത. ഇന്നലെ പറഞ്ഞ മറ്റൊരു പോലെ എൻ്റെ വൈഫും കളിയാക്കിയാണെങ്കിൽ പോലെ എൻ്റെ വൈഫും മോളും വരെ പ്രസിദ്ധാനെ കുറിച്ച് പറഞ്ഞാൽ അങ്ങനെ ഒരു ചിന്താഗതി ഏതെങ്കിലും മുഹൂർത്തത്തിലുണ്ടായിരുന്നു? എന്നും ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ആഗ്രഹിച്ചിരുന്ന ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ എങ്ങനെ ഷൂട്ട് ചെയ്ത് തീർക്കണമെന്ന് ബ്ലെസ്സിന് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ ആക്ച്വലി വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു പ്ലാൻ ആയിരുന്നു. ഓഫ്കോഴ്സ് ഇടയിലുള്ളൊരു അന്ന് 8 മാസമായിരുന്നു. 8 മാസത്തെ ഗ്യാപ്പ് ഇടയിലുണ്ടായിരുന്നു എനിക്ക് തടി കുറയ്ക്കാൻ വേണ്ടി. ആ 8 മാസത്തെ ഗ്യാപ്പ് അല്ലാതെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് എല്ലാം വളരെ പെർഫെക്റ്റ്ലി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ പ്ലാനിങ് ഒക്കെ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഓഫ്കോഴ്സ് അറിയാലോ ഈ പാൻഡമിക് വന്നിട്ട് ഭയങ്കരമായി നമ്മുടെ പ്ലാനുകൾ മാറി. ആ സമയത്ത് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു ഓരോ പ്രാവശ്യം ഷൂട്ട് തുടങ്ങുമ്പോഴും ഇനിയൊരു തടസ്സം ഉണ്ടായില്ല, ഇങ്ങനെ തീർന്നു കിട്ടണം എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ഐ എം വെരി പ്രൗഡ് ഓഫ് ദ ഫാക്ട്, ഭയങ്കര അഭിമാനമുള്ള കാര്യം നമ്മൾ അത്ര ഡെസ്പറേറ്റ് ആയിട്ട് എങ്ങനെയെങ്കിലും തീരണേ എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ഒരു ഷോട്ട് എടുത്ത ദിവസങ്ങളുണ്ട്. ഒരൊറ്റ ഷോട്ട് ഒറ്റ ഷോട്ട് എടുത്ത ദിവസങ്ങളുണ്ട്. അത് സുനിലും പോയി ക്യാമറ സെറ്റ് ചെയ്ത് മരുഭൂമിയിൽ ഒരു പെർട്ടിക്കുലർ ലൈറ്റ് കണ്ടീഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഞാൻ മാർക്കിട്ട പൊസിഷനിൽ ചെന്നിരുന്ന് മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്ത് ഒരു ഷോട്ട് എടുത്തിട്ട് ഇനി ലൈറ്റ് പോയി പാക്കപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ ദിവസങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു സിനിമയിൽ ഒരു സംവിധാനം
അതായത് പിന്നെ ഒരു ചെറിയൊരു ഇന്നലെ ഞാൻ വരുന്ന വഴിക്ക് സംസാരിച്ച കാര്യം. ഇപ്പൊ ഈ ട്രെയിലർ കണ്ടപ്പോ എല്ലാവരും വളരെ എടുത്തു പറയുന്ന ഒരു ഷോട്ട് ഉണ്ടല്ലോ, ഒരു ഒട്ടകത്തിന്റെ കണ്ണിൽ അതിന്റെ റിഫ്ലക്ഷൻ ഒരു മാക്രോ ലെൻസ് ഇട്ട് ഷൂട്ട് ചെയ്ത ഒരു ഷോട്ട്. സുനിലുണ്ടോ ഇവിടെ ക്യാമറമാൻ? ഇല്ല, ഓക്കെ. അത് ഒരു സീനിൽ അപ്പൊ പുസ്തകം അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് സീനൊക്കെ. അപ്പൊ ഞാൻ ഈ മൃഗങ്ങളോട് യാത്ര പറയുന്ന ഒരു സീനുണ്ട്. അപ്പൊ ആ സീൻ ഷൂട്ട് ചെയ്തപ്പോ ഞാൻ ഒട്ടകങ്ങൾക്ക് ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട്, അപ്പൊ ആ സമയത്ത് ഒട്ടകങ്ങളൊക്കെ നമ്മൾ ഹലോ എന്നുള്ള അത്രയും നാളായല്ലോ. അപ്പൊ നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഒട്ടകമുണ്ട്, കാണാൻ ഭംഗിയുള്ള ഒരു കക്ഷി. അപ്പൊ പുള്ളിക്കാരനെയാണ് നമ്മൾ ഈ ഷോപ്പിൽ നിർത്തിയിരിക്കുന്നത്. അപ്പോ അങ്ങനെ ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് ഞാൻ പോവാണ് എന്ന് പറയാണ്. ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് ഞാൻ പോവാടാ, ഇനി ഞാൻ വരില്ല, തിരിച്ചു വരില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ ഷോക്ക് എടുക്കുകയാണ് ഒട്ടകത്തിന്റെ സജഷൻ. ഒട്ടകം കഴിച്ചുകൊണ്ടിരുന്ന ഒട്ടകം പെട്ടെന്ന് എണീറ്റ് എന്നെ നോക്കി. അപ്പൊ നമ്മൾ അതിന് ഷോട്ട് ഉടനെ ഇദ്ദേഹമാണല്ലോ, അത് കൊള്ളാം, ഇനി ഒട്ടകത്തിന്റെ റിയാക്ഷൻ എടുക്കാൻ പറഞ്ഞു. ഞാൻ തമാശ പറയുന്നത് ഒട്ടകത്തിന്റെ റിയാക്ഷൻ ക്യാമറയിൽ വെച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ദിവസം വൈകുന്നേരം ഒരു 4-4 മണിക്കാണ് എന്റെ ഷോട്ട് എടുത്തത്. അപ്പൊ അതേ സമയത്ത് വേണമല്ലോ ഒട്ടകത്തിന്റെയും ഷോട്ട് എടുക്കാറുണ്ട്. ലൈറ്റ് വേറെ ആയിരിക്കും എന്ന് പറഞ്ഞ് എത്രയോ ദിവസങ്ങൾ നമ്മളൊരു 3:30 മണിയാകുമ്പോൾ ഷൂട്ട് നിർത്തിയിട്ട് ക്യാമറയായിട്ട് പോയിട്ട് ഒട്ടകത്തിന്റെ ഷോട്ട് എടുക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നൊരു 7-8 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നിങ്ങളിപ്പോ കാണുന്ന കണ്ണിലെ റിഫ്ലക്ഷൻ ഷോട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ സിനിമ ചിത്രീകരിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് എനിക്കൊരു വലിയ ഭാഗ്യവും അഭിമാനവും ഉള്ള കാര്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പൊ അത് തീർച്ചയായിട്ടും അത് ഒരു ദിവസമല്ല, ഒരുപാട് ദിവസങ്ങൾ ബ്ലസ്സേട്ടനും ഞാനും വൈകുന്നേരങ്ങളിൽ മരുഭൂമിയിലിരുന്ന് രാജുവിലിരുന്ന് സംസാരിച്ചിട്ടുണ്ട്. ആടുജീവിതത്തിന്റെ അവസാനത്തിൽ എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വരികളിലൊന്ന് ഈ മരുഭൂമിയുടെ ചൂടിനെയും കാറ്റിനെയും ഒക്കെ അതിജീവിച്ച് ഒരു ചെറിയ ചെടി വളർന്നു വരുന്നുണ്ടല്ലോ എന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭാഗം. ഇപ്പോൾ ആടുജീവിതം എന്ന് പറയുന്നത് ബ്ലസ്സിന്റെ സംവിധായകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 16 വർഷങ്ങൾ കൂടി കടന്നുപോയ സമയമാണ്. അതിൽ ഏറ്റവും പ്രിയപ്പെട്ട സമയം ഏതായിരുന്നു? ആൻഡ് പ്രകൃതി ഈ നജീബൊക്കെ പ്രതീക്ഷിച്ച പോലെ ചെറിയ ചെടിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതീക്ഷ. അതുപോലെ പൃഥ്വിയുടെ പ്രതീക്ഷ എന്തായിരുന്നു? എനിക്ക് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ പുസ്തകം അങ്ങനെ പറഞ്ഞ ഒരാളല്ല. എനിക്ക് ഈ സിനിമയിൽ, നിങ്ങൾ സിനിമ കാണുമ്പോൾ മാത്രം അറിയാവുന്നതുകൊണ്ട് അത് ഡീറ്റെയിൽ പറയണം. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നിയ അത് ആ പുസ്തകത്തിൽ ഇല്ലാത്തൊരു സീനുണ്ട്. അതാണ് കാരണം ഞാൻ എന്നും വിചാരിച്ചിട്ടുണ്ട്, ഭൂമിയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളും മൃഗങ്ങളും ഒക്കെ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ഈക്വലായിട്ട് നോക്കുന്നത് അതെനിക്ക് ഒരുപാട് മുമ്പേ. അപ്പൊ അത്തരത്തിൽ മൃഗങ്ങൾ നമ്മളോട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വലിയ ഒരു ഉദാഹരണമായിട്ട് ഒരു കുഞ്ഞ് ആട്ടുകുട്ടി ഗർഭമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് അതിനുവേണ്ടി ഞങ്ങൾ കഷ്ടപ്പാടുകൾ വളരെയാണ്. ശരിക്കും ഞാൻ റസൂലിന്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞ് ആട് മരിച്ചുപോയി. എനിക്ക് ഇത്രയധികം വേദനയോടുകൂടി എനിക്ക് എന്നിട്ട് ആട്ടുകുട്ടി അല്ലാതെ ചിലപ്പോൾ നമ്മൾ അതിന്റെ ഫോട്ടോ ഇട്ടത്. കാരണം യൂണിറ്റ് മുഴുവൻ സ്നേഹിച്ച് അതിന്റെ ബിസ്ക്കറ്റ് കൊടുത്ത് ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞിട്ട് വയറിളക്കം പിടിച്ച് നെക്സ്റ്റ് ഡേ അതിനെ കണ്ടില്ല, മരിച്ചുപോയി എന്ന് പറഞ്ഞു. എനിക്ക് എത്ര ഇമോഷണൽ ആ കാര്യം. നിങ്ങൾ ആ സിനിമ കാണുന്ന സിനിമയിൽ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. ആ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞ് ഞാൻ കുട്ടി മരിച്ചു എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുന്നത്. അപ്പം ഇങ്ങനത്തെ ഇമോഷണലി നമുക്ക് എല്ലാത്തിനോടും, ബെന്യാമിനെ ചെടിയാണെങ്കിൽ എനിക്ക് ഈ ആട്ടുകുഞ്ഞിനോടാണ് എൻ്റെ ഏറ്റവും വലിയ സ്നേഹം, ഇഷ്ടം എന്ന് പറയുന്നത്. അപ്പം ഓരോരുത്തരെയും അങ്ങനെ ടച്ച് ചെയ്തിട്ടുള്ള പല പല കാര്യങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഞാൻ എഴുതിയതിലും, കാരണം ഞാനത് റസൂലുമായിട്ടും അത് സംസാരിച്ചിട്ടുണ്ട് അല്ലേ, കൺസോളിയേറ്റ്. എനിക്ക് അങ്ങനെ എഴുതാൻ കഴിഞ്ഞല്ലോ, ഒരു ആടിന്റെ മനസ്സിലേക്ക് ചിന്തിക്കാൻ കഴിഞ്ഞല്ലോ, അല്ലെങ്കിൽ ഒരു മൃഗങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നതാണ് എനിക്ക് ഒരു ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ കഴിയും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഞാൻ ഇത്രയും കാലം ചെയ്ത സിനിമകൾ, അപ്പം എൻ്റെ ചില സ്വാതന്ത്ര്യങ്ങളിലേക്ക് കൂടെ സിനിമയെ എനിക്ക് വിട്ടുതരണം എന്നുള്ളൊരു അഭ്യർത്ഥനയോടെയാണ് ഉള്ളത്. ഇപ്പൊ നിലവില് 16 വർഷത്തെ ഒരു ട്രാവൽ വന്നത്. അപ്പൊ ഇത് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ഈ 16 വർഷത്തിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ടെക്നോളജി എന്ന് പറയുന്ന സംഗതി എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇവിടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്യാമറാസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ എങ്ങനെയാണ് ഇതിനെ മീറ്റ് ചെയ്തത്?
നമുക്കത് ഫേസ് ചെയ്യുന്നുണ്ട്. LF ക്യാമറ വരുന്നതിന് മിനി LF വരുന്നതിന് മുമ്പാണ് നമ്മൾ ഫസ്റ്റ് ഷെഡ്യൂൾ ചെയ്തത് ആക്ച്വലി. പക്ഷേ പിന്നീട് നമ്മൾ ഇതിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴത്തേക്ക് മിനി LF-ലാണ് നമ്മൾ വൈഡ് സ്ക്രീനിലാണ്, അതാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഫുൾ ഫോർമാറ്റ് ലെൻസസ് ഇല്ല. അപ്പൊ അന്ന് ഐമാക്സ് മാസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്നൊരു സാധനം ഉണ്ടായിരുന്നു. കാരണം ഐമാക്സ് ക്യാമറയിൽ തന്നെ ഷൂട്ട് ചെയ്യണം. അപ്പൊ അതിവിടെ ടെക്നോളജിക്കലി ചാലഞ്ചിങ് ആണ്. ഇന്നിപ്പോ നമുക്ക് ആക്ച്വലി സാധാരണ ക്യാമറയിൽ ഫുൾ ഫോർമാറ്റ് ലെൻസസ് ഫുൾ ഗേറ്റ് എക്സ്പോസ് ചെയ്തിട്ട് ഐമാക്സിൽ മാസ്റ്റർ ചെയ്യാൻ പറ്റും. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ടെക്നോളജി ഇല്ല. ആ ചോദ്യം പ്രസക്തമാണ് ആക്ച്വലി. നമ്മുടെ ബോഡി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ എന്തിന്റെ പേരിലാണെങ്കിൽ കുറച്ചൊരു റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇത്രയും കാലം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തുക എന്നുള്ളത് വലിയ കാര്യമാണ്. അതിനെ ആദ്യമേ അപ്രിസിയേഷൻ ചെയ്യുന്നു. നിലവിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നീട് അത് കുറച്ച് ലൈഫിനെ ബാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ ബാധിക്കുമെന്ന് നമ്മൾ സിനിമയിലൂടെയാണ് പോലും കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നീടുള്ള ലൈഫിനെ അത് എന്തെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ട്? ഈ ട്രാൻസ്ഫോർമേഷൻ എന്തെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ? ഇപ്പൊ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. നിങ്ങൾ കുറച്ചുകൂടെ കഴിയുമ്പോഴായിരിക്കും ഇതിന്റെയൊക്കെ ഒരു എഫക്റ്റ് ഉണ്ടാകാതിരിക്കട്ടെ അത് പ്രാർത്ഥിക്കുന്നു. പക്ഷെ അത് ഈ പറഞ്ഞ ശരിയാണ്. അങ്ങനൊരു നമ്മൾ എത്ര തന്നെ കെയർഫുൾ ആയിട്ട്, ഇപ്പൊ ഞാനൊക്കെ ഇത് ചെയ്യുമ്പോൾ ഓഫ്കോഴ്സ് ഒരു ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ഓൺസെറ്റ് ഡോക്ടേഴ്സ് ഉണ്ട്, എനിക്ക് അജിത് എന്ന് പറഞ്ഞൊരു ട്രെയിനർ ഉണ്ട്. അവരെല്ലാം അവരവരുടെ മേഖലകളിലുള്ള എക്സ്പേർട്സിന്റെ സൂപ്പർവിഷനിലാണ് ഞാനിത് ചെയ്യുന്നത്. എന്നാലും സേഫസ്റ്റ് പോസിബിൾ വേയിൽ ചെയ്യാന്നുള്ളേ ഉള്ളൂ. അല്ല ഒരു മനുഷ്യന്റെ 1/3 ഓഫ് ദ ബോഡി വെയിറ്റ് കളയുക എന്ന് പറയുന്നത് ഇറ്റ്സ് നെവർ അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ലല്ലോ. പക്ഷെ എനിക്ക് ഈ സിനിമ 2008-09 കാലഘട്ടങ്ങളിൽ ഈ സിനിമ ചെയ്യുന്നു എന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞ കാര്യമാണ്. ഈ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഇങ്ങനൊരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് ഞാൻ തയ്യാറായതുകൊണ്ടാണല്ലോ അന്ന് സിനിമയ്ക്ക് ഓക്കെ ചെയ്യാം എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ഈ സിനിമയോടും നജീബ് എന്ന വ്യക്തിയുടെ ജീവിതത്തിനോടും ചെയ്യേണ്ട ഏറ്റവും വലിയ ജസ്റ്റിസ് എന്ന് പറയുന്നത് അത് വേണ്ട, അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ സോറി, മറ്റൊരു നടനെ ഏൽപ്പിക്കുക. കാരണം ഓഫ്കോഴ്സ് ഒരുപാട് നടന്മാർ ഇതിനു വേണ്ടി തയ്യാറായിട്ടുണ്ടാവും. അത് ആ വേഷം എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് എന്റെ ഭാഗ്യം. ഐ ട്രൈ മൈ ബെസ്റ്റ്. എനിക്ക് ഒരു കാര്യം എനിക്ക് തോന്നുന്നു വളരെ സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്നത്, ഞാനൊരു 10% പോലും കുറച്ചുകൂടെ ട്രൈ ചെയ്യാമായിരുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് ആടുജീവിതത്തിലില്ല. അത് എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം ആണത്. കണ്ടുമുട്ടിയ സമയത്ത് പൃഥ്വിരാജ് എന്ന വ്യക്തിക്ക് തോന്നിയ അവരോട് സംസാരിക്കുന്നുണ്ടാകും ഫീൽ എന്താണ്? ഇത് ആക്ച്വലി ഞാൻ സംസാരിക്കണമെന്ന് കരുതിയിരുന്നിട്ടാണ്. പ്ലസ് ചേട്ടൻ ആടുജീവിതത്തിന്റെ പുസ്തകം എനിക്ക് തരുന്നത് 3rd എഡിഷനാണ്, 4th എഡിഷൻ തോന്നുന്നു എനിക്ക്. അപ്പൊ അന്ന് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ട് ആദ്യം സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം വിചാരിക്കുക അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാനുള്ളതാണ്. അപ്പൊ ബ്ലസ്സി ഓൾറെഡി അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞൊരു അവസരത്തിലാണ് നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പൊ അന്ന് ഞങ്ങൾ തീരുമാനിച്ചത്, അന്നേ ബ്ലസ്സി പറഞ്ഞിരുന്നില്ല ഈ പുസ്തകം ഇതുപോലൊരു സിനിമയാക്കാൻ പറ്റില്ല. അതായത് പുസ്തകം വായിച്ച നിങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഈ ജീവിതത്തിന്റെ ഈ പുസ്തകത്തിന്റെ ഈ കഥയുടെ ഒരു സിനിമാറ്റിക് നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബ്ലസ്സി എന്ന ഫിലിം മേക്കറിന്റെ ഉത്തരവാദിത്വം. അത് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു നജീബ് ഉണ്ടാവും. നമുക്ക് ആ നജീബിനെ കുറിച്ച് ചിന്തിക്കാം എന്നുള്ളത്. ഞാൻ ശ്രീ നജീബിനെ കാണുന്നതല്ല, ആദ്യമായി സംസാരിക്കുന്നത് നമ്മുടെ സിനിമയുടെ അവസാനത്തെ ഷോട്ട് എടുത്ത് കഴിഞ്ഞ് ഞാൻ ക്യാമറയുടെ ബാക്കിൽ വന്നിട്ടാണ് അദ്ദേഹമായിട്ട് ഞാൻ ആദ്യമായി സംസാരിക്കുന്നത്. ആടുജീവിതത്തിന്റെ ഏറ്റവും ലാസ്റ്റ് ഷോട്ട് എടുത്ത് അവസാനം ഫിലിം പാക്കപ്പ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് റിയൽ നജീബും ആദ്യമായി സംസാരിക്കുന്നത്. ആ സംസാരം, ആ കോൺവെർസേഷൻ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അതോടെ റിലീസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യങ്ങൾ, ഞാൻ ആ കോൺവെർസേഷനിൽ നിങ്ങൾ കാണാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ പേഴ്സണലി സംസാരിക്കുമല്ലോ. അപ്പൊ അന്ന് നജീബൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചൊന്നിന്റെ ചോദ്യങ്ങളുണ്ട്. ശരിക്കും ആ സമയത്ത് ഞാൻ ഇങ്ങനെ ചെയ്തത് അതായിരുന്നോ എന്നൊക്കെ ചോദിച്ചപ്പോ എത്ര കാര്യങ്ങൾ അറിയോ, അങ്ങനെ കറക്റ്റാ എന്നോട് പറയുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ കാര്യമാണ്. അപ്പൊ അത് ഓഫ് കോഴ്സ് ബ്ലസ്, എനിക്കത് എന്റെ ക്രെഡിറ്റ് അല്ല, അത് ബ്ലസ് ചേട്ടൻ ഇമാജിൻ ചെയ്ത നജീബ് എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ സമയത്ത് അനുഭവിച്ച യാതനകളും ആക്ച്വലി അത്രയും സിമിലർ ആയിരുന്നു എന്ന് പറയുന്നത് അത് ഫിലിം മേക്കറിന്റെ ക്രെഡിറ്റ് ആണ്.
പക്ഷെ അതൊരു ഇത് ആക്ച്വലി വളരെ കൗതുകമുള്ളൊരു കാര്യമാണ്. എനിക്ക് എപ്പോൾ വേണമെങ്കിലും കാണാമായിരുന്നു, എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാമായിരുന്നു. ഈസിലി ആക്സസബിൾ ആണ് അദ്ദേഹം. ബെനിച്ചേട്ടൻ്റെ അടുത്ത സുഹൃത്താണ്, ബെസ്റ്റേട്ട സുഹൃത്താണ്, ഇപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയുന്ന വ്യക്തിയാണ്. പക്ഷെ ആദ്യമായി ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് ലാസ്റ്റ് ഷോട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പുസ്തകത്തിലെ നജീബിന്റെ ഒരു ഫ്രെയിമിൽ നിന്നും സ്ക്രീൻ പ്ലേയിലേക്ക് എത്തുന്ന ഒരു നജീബ് ഒക്കെ അല്ലെങ്കിൽ എഴുതിയിരിക്കുന്ന ഡയലോഗുകൾ ഒക്കെ ഒരു ലൊക്കേഷനിലേക്ക് എത്തി അദ്ദേഹത്തിന്റെ രൂപമാറ്റങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ അറിയാതെ മൂന്നാമത്തെ ഒരു ജനറേഷനിലേക്ക് വരികയാണ്. അതാണ് ഈ സിനിമയ്ക്കുണ്ടായ ഏറ്റവും വലിയ കെമിസ്ട്രി എന്ന് വേണമെങ്കിൽ പറയുന്നത്. അത് അത്തരം ഒരു മാജിക്കിലേക്ക് എന്നുവെച്ചാൽ ഇന്ന ഡയലോഗ് ഇയാൾക്ക് പറയാൻ പറ്റത്തില്ല എന്നുള്ളത് ആ വേഷത്തിൽ തന്നെ ആ ക്യാരക്ടറുടെ ഇൻവോൾവ്മെന്റിൽ അറിയാതെ പോകുന്നതാണ്. അപ്പൊ അങ്ങനെ കൊണ്ടുപോയിട്ടുള്ള ഇതാണ് ഇതിന്റെ മേക്കിങ്ങിന്റെ ഏറ്റവും വലിയ ആ സ്വഭാവത്തിന് ആ സിറ്റുവേഷൻ അനുസരിച്ചാണ് അത് വളർന്നുകൊണ്ടിരിക്കുന്നത്. അത് എഴുതി വെച്ചതല്ല ശരിക്കും. Hi Prithviraj, Sana here from India Today. Hi. Hi. How are you doing? Prithviraj, tell me, of course, everyone's talking about your looks, but what was your daughter's reaction to seeing the trailer or the look that when she saw it? The trailer? She associates the whole film with my beard. Because I used to be sporting a really long beard for the longest time, and she thought it was very cool. So she keeps associating Aadujeevitham with the time that I had the beard. I don't know if there is a film I want her to see, and I've made this remark before and people have taken it out of context. When I said that I've not shown my films to my daughter, I've had to field questions where people have asked me, then how do you come out and say that others should go to theatres with family and watch the film? The difference being that when my daughter watches a film of mine, she's only 9, she will keep seeing her father on screen. She will not see an actor, unlike your children who will see Prithviraj the actor. So it's a different contextual scenario where a 9-year-old child will have to go and see her father on screen doing things that she never sees him doing otherwise. So for that reason, I have not shown her any of my films, but this is one film when at some point I will proudly show her. And if at one point my daughter turns around and asks me, were you an actor? What does being an actor mean? I think the first film I will show her is Aadujeevitham. Also, because it's a survival drama, tell me 3 things that you cannot survive without. My daughter, my wife, and cinema. There's also a lot of talks about Badi Miyan Choti Miyan. Anything you want to say, because that also has a very different look and a personality for you. I'll meet you in Bombay and we will speak in detail. Great. Also, I wanted to speak to Jimmy and of course Talib, and of course tell me, how was it to actually work in an Indian film, and did you guys know how big Prithviraj and Rahman are? Well, it was my first experience with an Indian production, and of course before I came here I did a little bit of research as well, as far as who was the director really, who was the actor, and who else was coming on board. I knew of Rahman because I live in Los Angeles, so I was in LA when Slumdog Millionaire won, so I know all about that. But I was baffled by the cast and crew when I got to Algeria for the first time. I mean, I landed in a desert and it was just full of people, and I think here you probably have 3 people for the job of 1 in some of the early production that I know of. So that was a big difference for me. But besides that, the level of professionalism was up there. Blessy, the director, is such a perfectionist. Everything has to be just on the dot, and that was very interesting to witness. And he got all the necessary tools and people to get to what he wanted to do, and it's such a impactful and deep story that I think needed that.
And as far as the collaboration with some of the other actors, including Raj here, with whom, I probably spent every day doing all kind of things, going through the desert, having to carry him. He killed me. Because, he's not a small dude. and at time, I just had to carry him on my back and walk and run. So that was quite painful, but very enjoyable at the end. So looking forward to seeing the movie on the big screen. Hi, Jimmy. Ibrahim Ghazali's role in the life of Najib has kind of a godly presence. When we look at his entrance to his life and the exit, it has some kind of precious effect. So, how do you see Ibrahim Ghazali in your eyes, and what was the biggest struggle entering into the life of Ibrahim? Well, at first it was understanding the character that I was playing, number one, so which was well understood. And after I met Blessy, it became even clearer. So, I looked at him as a spirit with a human body that is here for the good. So it's like, how do I embody that? How can I portray that kind of character where I'm only here for one specific mission and make it as clear, as simple, and as truthful as possible. That's what I tried to do. Hopefully I was successful at it, but that's how I saw the character, that's how I read it, and that's how I think I've played it. Rahman sir, ആടുജീവിതം എന്നുള്ള പുസ്തകം അല്ലെങ്കിൽ വായിച്ചവർക്കറിയാം, ആടുജീവിതത്തിൽ ഒരുപാട് ദൈവത്തിന്റെ കയ്യൊപ്പുകളുള്ള പോലത്തെ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഈ സിനിമയിലും ഇവർ 16 വർഷങ്ങളിൽ റിസർച്ചിങ് പൃഥ്വിരാജിന്റെ 10 വർഷങ്ങളിൽ പ്രൊജക്ട് കൊടുക്കണമെങ്കിലും അത് അത്ര സ്പെഷ്യൽ ആയിട്ടൊരു കാര്യമാണല്ലോ. എപ്പോഴെങ്കിലും ഈ ആറ് കമ്പോസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സോങ്സ് ചെയ്യുമ്പോഴോ സാറിന് എപ്പോഴും പറയാറുണ്ട് ഗോഡ്ലി പ്രസൻസ് ഉണ്ടാവാറുണ്ട്. അത് ആടുജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? This film is such a gift for a composer, because I'm not just filling up with music, I'm becoming a character. That character sometimes is God's point of view, sometimes the director's point of view, sometimes the main character's point of view. So it keeps shifting. There is a main theme which we have done, and which I played yesterday. That is the main theme, which is probably God looking at the main character with mercy. And I don't want to say much. I think you should look at the film. We don't want to influence you to what you should feel. You should feel what you should feel. With amazing performance of Jimmy and Prithvi and all the cast. Rahman sir. Oh yes, Yes sir. Sir, first person told that after watching Mama, you told him to stop doing such kind of negative characters. So when it comes to Aadujeevitham, is there anything you like to tell Aadujeevitham after watching his performance? Aadujeevitham can do anything. He's all rounder. I told to Fahad because I've not watched many of Fahad's movies because I know him as a person. Because when he came to meet me, that's when you're such a good person. Why are you acting such cruel movies? So it was just a fun remark. And Prithvi, I think, is evolved so much. I've worked on Rahman, I've worked on Kabir Taliban, and all of them are very heavily demanding roles. And in this, you should see. I don't want to say much. Just watch. രാജു സാർ, അതേപോലെ ഇപ്പം ആക്ടർ പ്രഭാസ് ഇപ്പം സിനിമയുടെ പോസ്റ്റർ ആണെങ്കിലും ട്രെയിലർ ആണെങ്കിലും ഇറങ്ങുമ്പോൾ എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. ഐ ഹോപ്പ് ഹി ഈസ് മോർ എക്സൈറ്റഡ് അബൌട്ട് ദിസ് ഫിലിം. അപ്പോൾ ട്രെയിലർ കണ്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു റിയാക്ഷൻ എങ്ങനെയാണ്, എന്താണ് പറയുന്നത്? പ്രഭാസ് ട്രെയിലർ വളരെ നേരത്തെ കണ്ടിട്ടുണ്ട്. പ്രഭാസ് ഭയങ്കര ആകാംക്ഷയോടുകൂടി ഈ സിനിമ ഇറങ്ങുമ്പോൾ കാണണം എന്ന് പറഞ്ഞ് പിന്നെ അഫ്കോഴ്സ് ഞങ്ങളിപ്പോൾ we are quite close in the sense we've done a whole film together. Sarar Part 2 is going to start shoot very soon. In fact, very, very soon.
we are in touch and he is a very good friend now. When I'm in Hyderabad, I definitely touch base with Prabhas. And not just that, wherever I am, we are in touch. അപ്പോൾ ഈ സിനിമയുടെ കാര്യം പ്രഭാസ്, ഇൻഫാക്ട് പ്രശാന്തിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കുന്നത് ഡെസേർട്ട് ഫിലിം എന്നാണ്. ഇന്നലെ നിങ്ങൾ കണ്ട ട്രെയിലറൊക്കെ പ്രഭാസും പ്രശാന്തും വളരെ നേരത്തെ എന്റെ ഫോണിൽ കണ്ടിട്ടുണ്ട്. Rahman sir, Kaushi from Devasthan is speaking next Chennai. நேற்று வந்து பிருத்விராஜ் சார் கிட்ட பேசும்போது சொன்னாரு, இந்த படத்துக்கு நான் ஒவ்வொரு வாட்டியும் பார்க்கும்போது நான் திருப்பி போய் வேற ஏதாவது புதுசாக பண்ணோம் அப்படின்னு நினைக்கிறேன் அப்படின்னு சொல்லிட்டு, அந்த அளவுக்கு எனக்கு ஸ்பெஷலாக இருக்கு அப்படின்னு சொல்லிட்டு. பட் மியூசிக் பண்ணும்போது இந்த படத்துக்கு மியூசிக்கோட முக்கியத்துவம் என்ன சார்? பிகாஸ் வந்து இட்ஸ் நாட் ஹை ஆன் டைலாக்ஸ், பட் மியூசிக் இஸ் ஒன் ஆஃப் த கேரக்டர்ஸ் இன் தி ஃபிலிம். அதை பற்றி இந்த படத்துக்கு மியூசிக்காக எடுக்கலாம். Because music தப்பா போட்டோம்னா I think எழுந்து போயிடும் மாதிரி. So if somebody is having an emotional screen, the characters have an emotion, and constantly have to check whether I'm over preempting the emotion or adding too much to what he's doing or countering it. Countering it is what I wanted to try in this one. If somebody is crying, I should not be crying too. Maybe too much. So I should be almost like a hugging, embrace, mother-like character. Sometimes, as you said, it's a more divine character. And actually, I scored this 3 times. I scored it, and they took it for festival, showing it. Then I saw it, I didn't like it. Then I changed many portions. And I also evolved with the, initially it was, I know how to do it. And then I said, no, I did it all wrong. So I went back to him and said, please take it away, I'm going to do it again. So I think the score, past 3-4 months have evolved so much. And some of the places I had to fight and said, please don't put that music, I'm going to change it. He said, no, I like the previous one, no, please, trust me. So what we have now is what I think we all kind of like. Yeah, Resul? Resul sir, straight. മലയാള സിനിമയിൽ ഒരുപാട് കാത്തിരുന്ന് ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് ആടുജീവിതം. അപ്പം ഒരുപാട് ലെജൻഡ്സ് ഒരുമിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ മലയാളം എക്സ്പെക്ട് ചെയ്ത് മലയാളത്തിലേക്ക് ഒരു ഓസ്കാർ പ്രതീക്ഷിക്കുന്ന ഒരു പടമാണ് ആടുജീവിതം. സാറിന്റെ എക്സ്പീരിയൻസിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? I don't know how Oscar has become a standard in this. I would say, see, I'll tell you, Oscar just happened a few hours ago. 15 years ago, when we won the Oscar, in one of this press meet like this, when me and Rahman was there, one of the press asked, "You guys got an Oscar, so what's the big deal about it?" I remember AR saying that next 10 years going to be Indian cinema's golden period. 15 years today, just look back what happened in Indian cinema. Malayalam, Tamil, Marathi, Assamese film, Gujarati films. Every stream of filmmaking in this country has evolved, has gone leap and bound. And today, we are sitting here, we are talking about a regional film which were considered to be very minuscule in the whole gamut of Indian cinema. We are saying that is Oscar worthy. I'm not saying it, you guys are saying it. So that's how it has evolved. That is how we have come so far in the last 15 years. I think that is tremendous. The youngsters who came in and changed the entire game in the last 10 years of Malayalam cinema and other regional cinemas. That's the most beautiful thing. I think Aadujeevitham is the pinnacle of that. Sorry to cut in. I think the respect which each industry is giving and getting. Now people in Pakistan are talking about Malayalam movies. And when did we see the South Indian heroes transcending to North India? It was never allowed. It's so easy now, and it's because of the talent and what they're doing. Right? Sir, it was always there. If you look at the history of Indian cinema, like Anil Kapoor, Jitendra, all these people started from the South, and South Indian films are very big in the 60s and 70s. If you look at the biggest musical that has come in Indian cinema, it was always from the South. I mean, native South Indian actors. Yeah, true.
Shivaji Ganesh was big, MGR was big, they all were there. But now looking at South Indian cinema and trying, okay, what are we doing wrong? Hindi cinema is thinking there's something wrong about us. And I feel what is wrong about Hindi cinema today is that they started making packages. Last 10 years, that's what they did. The middle class Indian is no more a subject of discussion in Hindi cinema in the last 10 years. Probably last Gajini is a film where we saw a middle class girl. So you've taken a fair share of people from your storytelling. They are obviously going to go against you. And if you look at regional cinema, regional literature, it is rooted. Regional cinema's writing is rooted in regional literature. So where the literature is strong, you have strong subjects and you have strong cinema. That's what I think is lacking in Hindi cinema right now. Try to look back. And writing is very strong in the cinema, and a lot of literature influence is making, a film. Like one element of a film become a point of a journey. Animal Boys, for example. You take one element 30 years ago, you see one song, that is become a filmic idea. So those are the things that are happening. People are like flourishing. So it's so beautiful to be part of that movement, I would say. Hi, so hi sir. Namaste. Anil here. Here it is. Anil from Karnataka. So, being a star, being a hero, you dedicated 6 years for Aadujeevitham. What made you to dedicate your 6 years for this film? Losing a weight and gaining a weight. Being a star, you'll be busy with other films also. Even though you managed with your date for Aadujeevitham, what made you to dedicate yourself for this? So what made me dedicate 6 years to the pandemic? Even losing a weight and gaining that. The pandemic, actually. Okay. It was never meant to be 6 years. We were supposed to finish shooting in 2 years, which was a reasonable time frame for a film like this. I mean, you will need at least 2 years to do a film like this with an actor going through such a big transformation. And that plan was very set, and we were all very comfortable with it. But then the pandemic happened, and then we had to sort of change locations in the last minute. So we started in Kerala, then we went to Jordan, then we had to come back, then we restarted in Algeria, then came back to Jordan, then came back to Kerala. So all this put together just went on for a while. But having said that, now when I see the film, it's all worth it. I have absolutely no regrets. It's all worth it. What is my 6 years? There's a person sitting next to me who's given 16 years. So, what am I complaining about? You released in Malayalam, Salat, you released in Malayalam, and now Hobale releasing your film in Karnataka. How happy to associate with that? Yeah, I'm overjoyed. It's just that I think people tend to ask me this question very particularly because I've released a few Kannada films in Kerala, starting with KGF 2, then 777 Charlie. I also did Saptasagara and all that. But I just think I am part of a much larger movement where industries are now working more closely with each other, and this is a dynamic relationship that I think should and will progress. And that is not just with Prithviraj Productions or me and Hombare. I think all over people are now thinking now, for example, Aadujeevitham is being released by Hombare in Karnataka, Red Giant in Tamil Nadu, Anutalani in the north, Maitri and in Andhra and Telangana. So these are all my friends. I have had, so with Anil Tadhani, with Maitri, with Hombare, all these people are people with who I have had discussions about how we should all be working together. And they have been saying the same thing to me for the past 5-6 years. I remember from about 2017, 18, we've had these discussions, and now it's all coming into fruition. And it's a wonderful way to be doing cinema. It's a wonderful way for industries to be hand-holding each other and making sure that our content travels all over the country. And I think that is the way forward, not just for big-ticket films like Aadujeevitham, for all content. I think if we decide to work together, and if we decide that we all are going to make great content and we all are going to work for each other to make sure that the content travels, I think it's wonderful days ahead for Indian cinema in general. Hi sir, Resul. Hi dear. So we all know that you are an Arabic actor. So what was an exciting factor that you found in Malayalam film industry?
and other than the languages? Wow, that's a very good question. Thank you. But right on point. I think I've said this before. I don't know if you're familiar with the history of cinema, but the Lumiere brothers have first invented the camera, and then the first 3 countries to purchase the camera were the Moroccans and the Egyptians and the Indians. So from the get-go, Indian cinema has more than 50, probably more than 60 years ahead of humanity. So in answer to your question, I think I went back to school again. It was so amazing to see very talented people who are very dedicated and very passionate, and I can't put it lightly when I say very passionate. If there's one thing in this room, like let's say we're shooting right now, and maybe the lighting is not proper, then they'll change it. No, they won't just change it. They'll change the whole setting, even the outside environment. Whenever there's a need, there's always a way. I think that was probably the biggest lesson I learned about Malayalam cinema. I remember also a few years back that our lead actor, Prithviraj, his mother was caught in a flood or something of that nature. There were some floods, and we had to stop shooting for a while because there was a big element of danger. Had it been anyone else, right, they probably would have just said, okay, you know what, we're not going to do this. But no, through it all, through monsoon season, through the pandemic, through everything. And, I can't stress it enough, and I've mentioned this before, it is not easy to lose weight and gain weight really, really fast. You can be very, very sick, right? It's happened with different actors. But the fact that he's here with us right now, and that everybody that has worked on this film is still here with us, is a testament to Malayalam cinema's can-do attitude that we can all learn from in different industries around the world. Yes, absolutely. Talib sir is from Oman. Talib sir is the character of the case. So, any questions? What was your imagination of cruelty? Assalamu alaikum, all of you, and very good morning. Actually, I was dreaming one day to act in India. From 1969, I was watching Indian films, and from 1974, I started acting in TV and small films. 2014, I worked in a long film, big film. It was a cinema. Before all the films it was a small cameras and seems like serials and these things. But the right time was 2014 when I worked with Dr. Khalid in a film in Oman called Al Boom. Then again we work 2017. We did Zayana film. It is a film between Oman and India. It is shooted in Trivandrum. After this film, I don't know, maybe Anshul or something, it seemed like a chance it just came to me that I saw Mr. Blessy. I meet him before that also. So he came to Muscat, and I'm very proud that we meet there also and have a cup of tea. Then he told me that there is a film. You are going to work with me. He was searching for a villain, Arabic villain. It was my really chance that I'll be in this film and in Kerala. When we started, they sent a script for me. I read the script in English. Then when I came to Jordan, we meet together there.
I found that I'm working with the big people, a director like Mr. Blessy, and a very big actor like Raj, and other friends and big team, special Robin. And also I just want to say thank you to Mr. Professor Musa Pookutty. He is the translator from Malayalam to Arabic. Because if it was English, there was no problem. But in Malayalam to translate to Arabic, it is very difficult. But Professor Musa was the easier one, the person who take us to the next step. I'm very proud to work in this film, and especially a film like Aadujeevitham. It is a history, not only because of it is a story. Mr. Benjamin, he gave me the book translated in Arabic. I read the book, but I know there is so much difference between reading a book and writing a script for film. So I'm very proud to be in this film and to be in Kerala. I shifted also, I came here in Cochin, then we went to Chennai, and where we should have jail. Okay. Yeah. This film, I think for me, it is seemed like a ticket to the international port for me. I am 64, my age is 64. I hope inshallah I will continue with others, because there is some agreement came to me from some directors in India also, because I know Urdu very, very well. मुझे उर्दू आता है. Don't be surprised, because in Oman or in Gulf country, there is too much Indians coming. I know that Malayalam is difficult, but Urdu is easier for us. I hope inshallah this film will see as we say in Arabic, the sunshine. And I hope that nobody will hate me in this film, please, because my role is very tough. But I really am good man, and I love all of these people, especially Prithviraj. He was, what to say about that? Thank you very much for being here. And I don't know what is your question. Can you translate it for me by Urdu? It's all right? It's enough? Thank you very much. We can have two more questions. Last two questions. Hi. Rahman from Karnataka. Sir, Salar Rally, we dub ಮಾಡಿದ್ವಿ ಕನ್ನಡಕ್ಕೆ. I don't know Kannada. I just dubbed in Kannada. Yeah, you only Salar dubbed in Karnataka. Yes. In this movie, ಅದೇ ಸರ್ ಡಬ್ಬಿಂಗ್ ಯಾರು ಮಾಡಿದ್ದಾರೆ ಕನ್ನಡದಲ್ಲಿ ಮತ್ತು ಬೇರೆ ಲ್ಯಾಂಗ್ವೇಜಲ್ಲಿ ಅಂತ ನಿಮ್ಮ I have to call Prashant. His question is that you have for Salar you have dubbed in all 5 languages. Yes. What about Aadujeevitham? You only doing in a. If you will wind up this Pressmeet, I'm going to dub it in Hindi today. Then what about Kannada tomorrow? Oh, thank you. So we can hear voice in Kannada also. Yes. Thank you for that. One last question. Amala. Sorry. Yeah. Okay. Okay. ഇതുപോലൊക്കെ പോവാം. സത്യമായിട്ട് അതേയുള്ളൂ. അതായത് ഇനിയിപ്പോ ഇനി 20 വർഷങ്ങൾ കഴിഞ്ഞാലും ഇപ്പോൾ ചെയ്യുന്നത് ചെയ്യാൻ സാധിക്കാന്നുള്ളതാണ് സ്വപ്നം. അതായത് ഇപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ഇഷ്ടപ്പെട്ട രീതിയിൽ ഇഷ്ടപ്പെട്ട പോലെ അതിൽ അഭിനയിക്കാനും വേണമെങ്കിൽ നിർമ്മിക്കാനും സംവിധാനം ചെയ്യാനും വിതരണം ചെയ്യാനും ഒക്കെ കഴിയുന്നുണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഇനി എപ്പോഴും ഉണ്ടാകുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഒരു ആഗ്രഹമൊന്നുമില്ല. Jimmy, my question is for you. Your story itself is a story of perseverance, hard work, and dreams. You came from Haiti, and through Paris you reached New York, and you pursued your dreams in films. When you reached to Aadujeevitham, when you play a role of positivity like Ibrahim, how you value yourself as an individual
who can relate to Najib also. Najib's story is Najib's story is a story of struggle, but still he is positive. Was that your motto also? Thank you for the question. Yeah, I guess a big part of my life has been going against the wave. So it's always been a struggle, but a struggle I always welcome. And as you said, I met the first part of the struggle in Haiti, met another phase of it when I grew up in Paris, to the point where I became homeless. And that didn't stop me. And I continued, lived in many other places, lived in Spain, Italy, South Africa, England, to continue to pursue a search of life, of understanding who I was, my meaning on this planet and Earth. And once you have a purpose, anything can happen. So with that in mind, and of course, as you know, then I ended up in Hollywood, and I've been there for about 25 years. But with that in mind, it was easier to understand Najib's experience, because when there is hope, you will have success, and regardless on what the movie went through, what Blessy, the cast and crew went through to bring this project, because it was so full of hope behind it, we always end up seeing the light at the end of it all. So yeah, maybe I channeled a little bit of that while doing the movie in Nigeria and Jordan. Yes. ഓഫ് സ്ക്രീനില് ബ്ലെസ്സി സാറും ബേസിക്കലി ഈ ട്രാൻസ്ഫോർമേഷന്റെ വേറൊരു പതിപ്പ് നമ്മൾ ഇന്നലെ തന്നെ കണ്ടു. ബ്ലെസ്സി സാറ് ഒരു വേറെ രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ താടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഇതിന് പുറകിലാണ്. അപ്പം അമല എന്ന പറഞ്ഞ നായിക ഇതിനെ എങ്ങനെയായിരുന്നു നോക്കിയത്? Good morning, everyone. Sorry, the muscle cramps are all around. So I got really late. Apologies for that. Aadujeevitham honeymoon phase lo undaya aanu. The best part of Aadujeevitham, there was a lot of water and a lot of greenery and a lot of peace. And then yes, ellavarum oru major transformation loodeyaanu poyathu. ഇപ്പോൾ ഇവരെല്ലാം ഇരിക്കുന്ന പോലെ വളരെ പുഷ്ടിപ്പെട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇവരെ കേരള സ്റ്റുഡിയോയിൽ കണ്ടത്. ആൻഡ് ദെൻ after that I was seeing like എല്ലാവരുടെയും very different in terms of physically, emotionally. ഞാൻ അതേ രീതിയിൽ ബ്ലെസ്സിനെ കണ്ടപ്പം I remember he was looking very weak and very unhealthy, and അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. And like I said, like ബ്ലെസ്സിന്റെ body is trying to catch up with his passion. Like body അത്ര weak ആയിരുന്നെങ്കിലും അത്, even though he was sick, he was going through some diet and all, but in spite of all that, he was only talking about the film. And അത് കഴിഞ്ഞിട്ട് ബ്ലെസ്സിനെ കണ്ടപ്പോൾ ബ്ലെസ്സിനെ was telling സൈനുവിന്റെ പെർസ്പെക്റ്റീവിലുള്ള, നജീബ് ഇല്ലാതെ സൈനു അനുഭവിച്ച ഒരു ജീവിതം, സൈനു എന്തായിരിക്കും ഫേസ് ചെയ്തിട്ടുണ്ടാവുക, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമായിരുന്നു. സോ like physically, even Prithviraj, I was just seeing some pictures and some rushes and all. In fact, 2021 ഡബിന് വേണ്ടിയിട്ട് ഒരു പാച്ച് ഡബിന് വേണ്ടിയിട്ട് ഞാൻ ചെന്നൈയിലെ സ്റ്റുഡിയോയിൽ പോയപ്പം I was seeing a teaser. അപ്പോൾ ആ ടീസർ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ I didn't recognize Prithviraj. He was in the teaser and I'm like, അത് ആരാണ് ആക്ടർ ആരാന്ന് ഞാൻ ചോദിച്ചപ്പോൾ then they said that's Prithviraj. I'm like, what? Please play it again. So yeah, അത് കഴിഞ്ഞിട്ട് everybody, all of them were unrecognizable, and even the film took over into a different different feel altogether. And again, I'm back in the honeymoon phase of Aadujeevitham, the best phase, I think the very easy phase. So for me, the journey has been, I'm like a tiny drop in this ocean, but I'm very, very grateful and blessed to be a part of this project. Yeah. What's the question? The best
best award is all of them seeing the movie. And I think beyond that, there's no award. Yes. സർ, നമ്മൾ മരുഭൂമിയെ ബന്ധപ്പെട്ട ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ സൗണ്ട്സിനെ ഉള്ള സിനിമകൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പം ആടുജീവിതത്തിലേക്ക് വരുമ്പോൾ ഈ മരുഭൂമിയുടെ സൗണ്ടിനെ എങ്ങനെയായിരിക്കും വ്യത്യസ്തമാക്കുന്നത് ആടുജീവിതത്തിൽ? Actually, it was something that I always wanted to say. ഞാനും ബ്ലസ്സിയുടെ ഫിലിം ഡിസ്കസ് ചെയ്യുമ്പോൾ ബ്ലസ്സി പറഞ്ഞത് സിനിമ തുടങ്ങുന്നത് കേരളത്തിലാണ്. ഒരുപാട് വെള്ളം, ഒരുപാട് പച്ചപ്പ്, ഒരുപാട് പ്രകൃതി. അവിടെ നിന്ന് ഇയാൾ പോകുന്നത് ഒരു മരുഭൂമിയിലാണ് എത്തിപ്പെടുന്നത്. അവിടെ ഒന്നുമില്ല, കാറ്റ് മാത്രമേ ഉള്ളൂ, വരണ്ട ജീവിതം. അവിടെ അദ്ദേഹം കടന്നു പോകുന്നത് ഇത് എത്രത്തോളം എനിക്ക് സൗണ്ടിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഇഫ് യു ലുക്ക് അറ്റ് ദ എൻറ്റയറിറ്റി ഓഫ് സൗണ്ട്, AR knowingly or unknowingly he has brought it. And in cinema, first half of the film, if you look at the score, it is completely different film altogether. Look at the sound of it. And second half, if you look at it, you don't even believe that, this man has changed the whole landscape with the score. So it's two different films when you look at it in terms of sound, which me and Blessy has been discussing right from 2018 onwards. But subconsciously, AR has achieved it. So whatever when the film is done, you talk about sound. It actually came from AR, and I just complimented it. For me, it's two different films. There is a pre-interval Aadujeevitham, which has a completely different score, which has completely different orchestration, sound, very rooted, and there's completely different sound in the second half. It's a completely different film. You can just watch Aadujeevitham second half, and you can just transcend yourself. So it's very, very spiritual, very moving, So it reminds me of a very old film called Sanjari, which is Resul part. So it goes into a step ahead of that. So for me, these two films that he made it possible, and it's one of his best work. The Rahman that I heard when I was in the film school in 1992, I hear it in Aadujeevitham. ഇവിടെ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു കാര്യങ്ങൾ, ഈ സിനിമയുടെ ആദ്യത്തെ സീനുകൾ എഴുതുമ്പോൾ ഒരു പരന്ന മരുഭൂമി ആദ്യമായി കാണിക്കുമ്പോൾ ഞാനത് വരികളിൽ എഴുതി. അവിടെ സ്വർഗത്തിൽ നിന്നുള്ള ഒരു സംഗീതം ഭൂമിയിലേക്ക് അരിച്ചിറങ്ങുന്നത് പോലെ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെയാണ്. എനിക്ക് അവിടെ എവിടെയോ ഒരു ദൂരത്തു നിന്ന് ഒരു സ്വർഗീയ സംഗീതം താഴേക്ക് പൊഴിഞ്ഞിറങ്ങുന്ന പോലെ അതാണ് ഇന്നലെ നിങ്ങളെങ്കിലൊക്കെ കാലഘട്ടത്തിലുണ്ടായത് TV സിഗ്നകത്ത്. Thank you so much. Thank you so much. Before we wrap up, once again, ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. പ്രവർത്തിച്ചവർ പക്ഷെ ആടുജീവിതം എന്ന് പറയുന്ന ഈ കഥ, ഈ പുസ്തകം, ആ ജീവിതം, ഇന്നിപ്പോ ഈ സിനിമ, എനിക്ക് തോന്നുന്നു ഒരു മലയാളിയുടെയാണ്. ഞങ്ങൾ ഈ സിനിമ ഈ രൂപത്തിൽ എത്തിപ്പെടാൻ ഒരു നിമിത്തമായി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ പ്രിവിലേജ് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. വളരെ ചുരുക്കം ചില സിനിമകളാണ് അത്തരം ഒരു ഐഡന്റിറ്റിയിലേക്ക് എത്തിപ്പെടുക. ഒരു ഫുൾ ഒരു ഇൻഡസ്ട്രിയുടെ സിനിമ അല്ലെങ്കിൽ ഒരു എല്ലാ മലയാളികളുടെയും സിനിമ എന്ന് പറയുന്ന അങ്ങനെ ഒരു ഐഡന്റിറ്റിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന, പ്രത്യേകിച്ച് റിലീസിന് മുമ്പ് എത്തിപ്പെടാൻ സാധിക്കുന്ന വളരെ ചുരുക്കം ചില സിനിമകളേ ഉള്ളൂ. And we deem it a privilege to be able to be exponents of that dream. നിങ്ങൾ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഈ സിനിമയ്ക്ക് ഉണ്ടാവണം. 28-ാം തീയതി റിലീസിനും എനിക്ക് തോന്നുന്നു നിങ്ങളെ we will still be meeting. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹവും ഈ സിനിമയ്ക്ക് ഉണ്ടാവണം. Thank you so much.